أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابته أجمعين ومن اهتدى بهديه إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അപ്പോൾ പള്ളിയിൽ ചെന്നിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. ആരോടും പുറത്തിറങ്ങിയിട്ട് ചോദിക്കുക വർത്തമാനങ്ങളൊക്കെ. വീട്ടിൽ നിന്ന് ഒരാൾ വുളൂ ചെയ്തു വന്നു, ഫഅഹ്സനൽ വുളൂ നന്നാക്കി എടുത്തു. മുഖം കഴുകുമ്പോ മുഖം എന്ത് ചെയ്യുന്നു? മേലോട്ട് മമ്പിത്തുഷാർ, എവിടെയാണോ മുടി മുളക്കുന്നത് സാധാരണഗതിയിൽ അതുവരെയാണ് വുളൂഇന്റെ സ്ഥാനം. പക്ഷെ ഒന്നുകൂടെ അങ്ങ് മേലോട്ട് കയറ്റിയിട്ടെന്ന് മുഖം കഴുകുക. ചെവിക്കുന്ന് ഷഹ്മത്തുൽ ഉദുൻ ഈ ഭാഗം വരെ നനഞ്ഞാൽ മതി. പക്ഷെ ഒന്നുകൂടെ കുറച്ചങ്ങ് ചെവി അങ്ങ് നനഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഒന്നങ്ങോട്ട് കയറ്റിയിട്ട് വുളൂ എടുക്കുക. കൈമുട്ട് വരെ അത് സ്കെയിൽ വെച്ച് അളന്ന് നനക്കണ്ട, കുറച്ചും കൂടെ മേലോട്ട് നനഞ്ഞോട്ടെ. ഇതാണ് അഹ്സനൽ വുളൂ എന്ന് പറഞ്ഞാൽ. വുളൂ ഒന്ന് ഉഷാറാക്കി എടുക്കുക. ഷാഫിഈ മദ്ഹബിൽ തലമുടി അല്പം, തലയിൽ നിന്നുള്ള മുടി തലയുടെ ഭാഗത്ത് അല്പം നനഞ്ഞു അത് മതി. മസ്ഹുർ റഅസ് സംഭവിച്ചു. ഇമാമുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിൽ അവരുടെ മദ്ഹബിൽ റുബ്ഉർ റഅസ്, തലയുടെ 4/1 തടവണം, അല്ല നിസ്ഫ് തടവണം, അല്ല സുലുസ് വേണം, സുലുസൈനി വേണം എന്നൊക്കെ അഭിപ്രായമുണ്ട്. 2/3 ഭാഗം നമുക്കതില്ല. പക്ഷേ മറ്റു മദ്ഹബുകളെ പരിഗണിച്ചിട്ടും വുളൂ ഒന്ന് ഉഷാറാക്കാൻ എന്ത് ചെയ്യാ? ആ നനഞ്ഞോ ഇല്ലേ എന്നുള്ള ആ തൊടലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ശരിക്കൊന്ന് എന്ത് ചെയ്യാ? ഒന്നായിട്ട് കയ്യൊന്ന് തടവുക. അഹ്സനൽ വുളൂ ഒന്ന് ഉഷാറാക്കിയെടുത്തു. അങ്ങനെ വുളൂ എടുത്ത് സുമ്മ അത്തൽ മസ്ജിദ, പിന്നെ പള്ളിയിലേക്ക് വന്നാൽ ഫഹുവ സായിറുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ വിസിറ്ററാണ്, അല്ലാഹുവിനെ സന്ദർശിക്കാൻ വന്ന ആളാണ്. ഇങ്ങനെ വന്ന ആൾ വഹഖുൻ അലൽ മസൂർ, ആരെയാണോ സന്ദർശിക്കപ്പെടുന്നത് ആ ഹോസ്റ്റ്, അവിടെ സ്വീകരിക്കുന്ന ആൾക്ക് നിർബന്ധമാണ് അൻ യുക്രിമ സായിറ, തന്റെ വീട്ടിലേക്ക് വന്ന അതിഥിയെ സൽക്കരിക്കൽ നിർബന്ധമാണല്ലോ. ഇനി പറയണോ? അപ്പൊ അല്ലാഹുവിന് എത്രയാണ് നമുക്ക് കൂലി തരികയാണ്? അതിന് വുളൂ എടുത്തിട്ട് പള്ളിയിലേക്ക് വരലിന്റെ കൂലിയാണ് പറഞ്ഞത്. മൻ തതഹറ ഫീ ബൈതിഹി, വേറെയും ഹദീസിലുണ്ട് കാനത് ഖത്വതാ ഇഹ്ദാഹുമാ തഹത്തു ഖതീഅ, പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വുളൂ എടുത്ത് വരുന്ന ആളുകൾ ഒരു കാല് ചവിട്ടുമ്പോൾ ഒരു കുറ്റം അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലാഹു തആല മായ്ച്ചു കളയുന്നു. വൽ ഉഖറാ തർഫഉ ദറജ, മറ്റൊരു കാൽവെപ്പിലൂടെ ഒരു അടി അല്ലാഹു ഉയർത്തി കൊടുക്കുന്നു. ഇത് പള്ളിയിലേക്ക് വരുന്നതിന്റെ കൂലിയാണ്. അല്ലാഹു തആല പറയും അബ്ദീ സാറനി, എന്റെ അടിമ എന്നെ സന്ദർശിച്ചിരിക്കുന്നു. വഅലയ്യ ഖിറാഹ്, അവന് കൊടുക്കേണ്ട ഭക്ഷണം എന്റെ ബാധ്യതയാണ്. വലൻ യർളല്ലാഹു തആല ലിവലിയിഹി ബിഖിറൻ ദൂനൽ ജന്നഹ്, സ്വർഗ്ഗത്തിലും കുറഞ്ഞ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ഒരു ആതിഥേയത്വം അല്ലാഹു അവന്റെ അതിഥികൾക്ക് കൊടുക്കൂല. പള്ളിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ കൂലി കിട്ടുന്നുണ്ട്. നമ്മൾ ഭയങ്കര മോശക്കാരാണെന്ന് മാത്രം വിചാരിച്ചടങ്ങാറാവരുത്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വേണം. നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കണം. അത് സ്വീകരിക്കാൻ വേണ്ടി ഇതൊക്കെ സ്വീകരിച്ചു കിട്ടിയാൽ നമ്മൾ അറിയാതെ വലിയ വലിയ അമലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഇഖ്ലാസും നമ്മുടെ ഒരു മനസ്സാന്നിധ്യം കൂടെ ഉണ്ടായാൽ സംഗതി വണ്ടർഫുൾ. അല്ലാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ. പള്ളിയിലേക്ക് വരുന്ന വിഷയം പറയുമ്പോൾ ഉലമാ ഒരു ഹദീസ് കൂടെ പറയാൻ, സുബ്ഹാനല്ലാഹ്, കുല്ലി കമാ ഉരീദ് അകുല്ലക കമാ തുരീദ്. പള്ളിക്ക് വന്നാൽ അല്ലാഹു തആല സ്വർഗ്ഗം എന്ന ഒരു ആതിഥേയത്വമാണ് നൽകുന്നത്. അല്ലാഹു തആല പറയാണ്, ഇത് നവാദിറുൽ ഉസൂലിൽ തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അല്ലാഹു പറയാ കുല്ലി കമാ ഉരീദ്, ഞാൻ എങ്ങനെയാണോ നീ ആവണമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ നീ ആവ്. സുബ്ഹാനല്ലാഹ്, അകുല്ലക കമാ തുരീദ്, നീ എന്നെ പറ്റി എങ്ങനെ ആവണം എന്നാണോ വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ ആയിത്തരാം. എങ്ങനെ? ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യേ, അപ്പോ നീ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ ആയിത്തരാം. അല്ലാഹു തആല പറയാണ്, യാ അല്ലാഹ് വലാ തുഅലിംനി ബിമാ യുസ്ലിഹുക, നിനക്ക് ഏതാണ് ആവശ്യമെന്ന് നീ എന്നോട് തെളിയിച്ചു പറയണ്ട. പടച്ചോനെ, ഇതെനിക്ക് ഖൈറാണ്, ഇതെനിക്ക് സ്വാലിഹാണെന്ന് തോന്നുന്നു, ഇതെനിക്ക് നന്മയാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് എനിക്ക് സാധിപ്പിച്ചുതാ എന്ന് നീ എന്നോട് പറയണ്ട. അൻത തുരീദു വ അന ഉരീദ്, നിനക്ക് ചില തീരുമാനം ആഗ്രഹമുണ്ട്, എനിക്കും ചില ആഗ്രഹവും തീരുമാനമുണ്ട്. ഫഇദാ സല്ലംത ലീ ഫീമാ തുരീദ് കഫൈതുക മാ തുരീദ്, നിന്റെ ആവശ്യം എന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചേക്ക്, നിന്റെ ആവശ്യങ്ങൾ ഞാൻ നിർവഹിച്ചു തരാം. സുബ്ഹാനല്ലാഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ വുളൂ ചെയ്തു വന്നാൽ തരാന്ന് പറഞ്ഞ കൂലിയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ
നമ്മുടെ മറ്റു വിഷയങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരും. ഉലമാ പറയാണ് പള്ളികൾ എന്ന് പറഞ്ഞത് മജാലിസുൽ കിറാം, ബഹുമാനികളായ ആളുകൾ ഇരിക്കുന്ന മജ്ലിസാണ്. ചില സ്വഹാബികളൊക്കെ വസിയത്ത് ചെയ്യാറുണ്ട്, അലൈക ബിൽ മസാജിദി ഫൽസംഹ, പള്ളിയിൽ പോയിട്ട് ഇരിക്കി, ഒരുപാട് നേരം അവിടെ ചെലവഴിക്ക്. ഫഇന്നഹു ഖദ് ബലഗനി അന്നഹാ കാനത് മജാലിസുൽ അംബിയാ, അത് അംബിയാഇന്റെ മജ്ലിസുകളാണെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് സ്വഹാബത്ത് അവരുടെ മക്കളോട് പറയും. അല്ലാഹ് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസ്, കൂനു ഫിദ് ദുനിയ അദ്യാഫ, ദുനിയാവിൽ നിങ്ങൾ ലൈഫുകളാണ്, ഗസ്റ്റുകളാണ്, നമ്മളൊക്കെ ഗസ്റ്റാണ്. വത്തഖിദുൽ മസാജിദ ബുയൂത, പള്ളികൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളാക്കുക. വഅവ്വിദു ഖുലൂബക്കും അർറിഖ, ഹൃദയത്തിൽ എപ്പോഴും ലോലത, ഹൃദയത്തിൽ നൈർമല്യം, എപ്പോഴും ഹൃദയം ലോലമാണ്, കഠിനമല്ല. ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ല, ആരോടും ദേഷ്യമില്ല. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ. വഅക്സിറു തഫക്കുറ വദ്ബുകാ, ധാരാളം ചിന്തിക്കുകയും കുറെ നേരം കരയുകയും ചെയ്യണം. നമ്മൾ കരയുന്നില്ല, ചിരിക്കാനാണ് മനുഷ്യന്മാരിയ്ക്കുന്നത്. കരയുന്നത് സീരിയലിലെ നടന്മാർ മാത്രമേ ഉള്ളൂ, അല്ലാത്തവരാരാ കരയുന്നത്? നമ്മൾ കരയുന്നുണ്ടോ? അക്സിറുൽ ബുഖാ, കരച്ചിൽ സത്യത്തിൽ ഇറ്റ്സ് ആൻ ക്ലീൻസിങ് ആക്ടിവിറ്റി. നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യാണെന്നാ കരയുന്നതോ. എന്തിനു കരയണം? ദുനിയാവിന്റെ ഒരു വിഷയത്തിനല്ല, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എന്താ നമ്മുടെ അവസ്ഥ, എന്താ നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ അവസ്ഥ, എന്താ നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ. ഒരു ദിവസം കഴിഞ്ഞു പോയിട്ട് എന്ത് നന്മയാ നമ്മൾ ഉണ്ടാക്കിയത്. 24 മണിക്കൂർ ഇതാ ഇന്നലത്തെ ഈ സമയമാകുമ്പോ ഈ നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, ദുനിയാവുക്ക് എന്ത് ചെയ്തു, ആഖിറത്തിലേക്ക് ഏതാണ് കൂടുതൽ ചെയ്തത്? പള്ളി സന്ദർശിക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിൽ ലോലത ഉണ്ടാവണം എന്നാണ് അതിനർത്ഥം. ഒരു ഹദീസിന്റെ വഴിയെ പറയാൻ പോകുന്നുണ്ട് അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു സ്വഹാബി ഇങ്ങനെ പോകുമ്പോ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ കാണുന്ന ആഗ്രഹമുണ്ടോ, ദാ ആ സ്വഹാബിയിലേക്ക് നോക്കിക്കോളൂ. സ്വഹാബത്ത് പിന്നാലെ കൂടിയില്ലേ. ഒരു സ്വഹാബി ചില ട്രിക്ക് പ്രയോഗിച്ചിട്ട് അയാളുടെ കൂടെ ഒന്ന് താമസിക്കാൻ, വീട്ടിലൊന്ന് താമസിക്കാൻ പറ്റുമോ എന്ന് നോക്കി. വാപ്പന്നെ പുറത്താക്കിയിട്ടുണ്ട്, ഇന്നൊന്ന് തങ്ങാൻ സമ്മതിക്കുമോ? എന്താ നിന്നത്? സ്വർഗത്തിലേക്ക് പോകുന്ന ഈ സ്വഹാബിക്ക് രാത്രി നേരത്തെ നിസ്കാരത്തിന്റെ എണ്ണം എത്രയാണ്, തഹജ്ജുദ് എത്രയാണെന്ന് നോക്കാനാണ്. കാര്യമായിട്ടൊന്നും കാണില്ല. സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് സുബഹിന്റെ സുന്നത്ത് നിസ്കരിച്ചു, ഫജറിന്റെ സുന്നത്ത് നിസ്കരിച്ചു, ഫർളുകളും റവാത്തിബൊക്കെ ഉണ്ട്. പക്ഷെ കാര്യമായിട്ട് തഹജ്ജുദിന്റെ കാര്യമായ നിസ്കാരങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു, ബാക്കിയൊന്നുമില്ല. രണ്ടാമത്തെ ദിവസം നിന്നു, ഇന്നലെ ഇപ്പൊ ക്ഷീണായിട്ടായിരിക്കും, ഇന്നെന്താണെന്ന് നോക്കുക. രണ്ടാമത്തെ ദിവസം സംഗതി വളരെ നോർമലാണ്. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു, അപ്പൊ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയതിന്റെ ഒരു ഉദ്ദേശം ഇതായിരുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളാരും ചെയ്യാത്ത എന്തോ ഒരു വലിയ കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതെന്താണെന്ന് പറഞ്ഞു തരീൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറെ നിസ്കാരമോ കുറെ നോമ്പോ ഒന്നും ഇല്ല, ഇബാദത്ത് കുറവാണ് എന്ന് പറഞ്ഞാൽ സുന്നത്ത് കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ ലൈസ ഫീ ഖൽബി ഗില്ലുൻ ലിഅഹദിൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഒരാളോടും എൻ്റെ മനസ്സിൽ ഒരു ദേഷ്യവും ഇല്ല. വളരെ പ്ലെയിനാണ് എൻ്റെ ഹൃദയം, അതിൽ ആരോടും ഒരു വെറുപ്പില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തങ്ങൾ പറഞ്ഞു, ഹുവദാക്, ആ പറഞ്ഞു തന്നെ സ്വർഗത്തിലേക്ക് പോകാനുണ്ടായ കാരണമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ മറ്റൊരു സ്വഹാബിയുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അയഅജിസു അഹദുക്കും അൻ യകൂന മിത്ല അബീ ളംളം, അബൂ ളംളം എന്ന സ്വഹാബിയെ പോലെ ആകാൻ നിങ്ങൾക്കൊക്കെ എന്താ പ്രയാസം എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അബൂ ളംളം എന്ന സ്വഹാബിയുടെ പ്രത്യേകത എന്താണ്? എന്ന് രാവിലെ അദ്ദേഹം പുറത്തു വന്നിട്ട് പറയും, അല്ലാഹുമ്മ തസദ്ദഖ്തു ബിഇർളി അലന്നാസ്, പടച്ചോനെ എന്റെ അഭിമാനം ഞാൻ ജനങ്ങൾക്ക് സ്വതക്ക ചെയ്തു പടച്ചോനെ. ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞത്, അദ്ദേഹത്തിന് ഗീബത്ത് പറയുന്ന മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുത്തു എന്നാണ് പറയുന്നത്. രണ്ട് ഉലമാ അതിൽ മനസ്സിലാക്കുന്ന, ഇസ്തിംബാത്ത് ചെയ്യുന്ന മാനുണ്ട്, കഴിഞ്ഞു പോയതൊക്കെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്നതിനർത്ഥമുള്ളൂ. വരാൻ പോകുന്നത് ഞാൻ പുറത്തു കൊടുക്കുന്നു, അല്ലെങ്കിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് ആൾക്കാർക്ക് വേണ്ടതൊക്കെ എന്നെ പറ്റി പറഞ്ഞോട്ടെ എന്നതിനർത്ഥം കൊടുക്കരുത്. അതിനർത്ഥം ആൾക്കാർ ഗീബത്ത് പറയാൻ പ്രോത്സാഹിപ്പിക്കലാണ്, അതല്ല എന്റെ ഉദ്ദേശം. തസദ്ദഖ്തു ബിഇർളി അലന്നാസ്, ആരൊക്കെ എന്നെ പറ്റി പറയുന്നുണ്ടോ ഞാൻ അവർക്കൊക്കെ മാപ്പാക്കി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. മനസ്സിലൊന്നുമില്ല. നമുക്ക് മനുഷ്യന് റിവെഞ്ച് ചെയ്യാന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒരു മൃഗീയമായ ചില സ്വഭാവങ്ങൾപ്പെട്ടതാ. പ്രതികാരം ചെയ്യാൻ തോന്നാണ്. റിഖത്ത് വേണം, അത് പള്ളിയിലേക്ക് വരുന്ന ആളുകൾക്കുണ്ടാകും. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.
ഹദീസിൽ വന്നിട്ടുണ്ട്, തഫ്സീർ ഖുർത്തുബി, ഇമാം ഖുർത്തുബി തങ്ങൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ്, ഔഹല്ലാഹു ഇലയ്യ യാ അഖൽ മുൻദിരീൻ യാ അഖൽ മുർസലീൻ, മുർസലീങ്ങളുടെ സഹോദര അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ന് വിളിക്കാൻ, അൻദിർ ഖൗമക് അല്ലാ യദ്ഖുലൂ ബൈതൻ മിൻ ബുയൂതി ഇല്ലാ ബിഖുലൂബിൻ സലീമ. പള്ളിയിലേക്ക് കയറുന്ന ചില ആദാബുകൾ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ, പള്ളിയിലേക്ക് കയറുമ്പോഴേക്കും ഹൃദയം ക്ലീൻ ആയിരിക്കണം, നല്ല ആരോഗ്യമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ആരോടും ഒരു വെറുപ്പോ ഒരു പകയോ ഒരു അസൂയയോ ഒന്നും ഹൃദയത്തിലില്ല. എന്റെ വീട്ടിലേക്ക് ആര് വരികയാണെങ്കിലും ബിഖുലൂബിൻ സലീമ, he should come with sound hearts, നല്ല ആരോഗ്യമുള്ള കൽബുമായിട്ട് വന്നാൽ മതി.